Good evening to all. Good evening. Okay, good evening. ഇപ്പൊ എല്ലാവരും റെഡി ആയിട്ടാ വന്നിട്ടില്ലല്ലേ? ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? എന്തൊക്കെയാ പഠിച്ചത്? അമ്പിളി, ആന, കൃഷി, എലി, ഏണി, ഐരാവതം, ഒട്ടകം, ഓല, ഔഷധം, അമൃതം. ഓക്കെ, സൂപ്പർ. എല്ലാവരും പഠിച്ചു അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത്? അയ്യോ, നല്ല മക്കളാണ്. അപ്പൊ എല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ ആദ്യം ഒരു പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? എന്താ നമ്മൾ ആദ്യം പഠിച്ചത്? ഒപ്പമിരുന്നു പഠിക്കാനും ഉന്നിച്ചാർത്ത് കളിക്കാനും കൂട്ടരുമൊത്തിരി ഉണ്ടല്ലോ, കൂട്ടായെത്തും ഗുരുനാഥ. കളിപഠനങ്ങൾ കഴിയുമ്പോൾ വീട്ടിൽ പോകാം എല്ലാവർക്കും. ഓക്കെ, സൂപ്പർ. ഇങ്ങനെ എല്ലാവരും പഠിച്ചു അല്ലേ? ഓക്കെ അല്ലേ കാശിനാഥ്? ഒന്ന് പാടിയേ നോക്കട്ടെ മിസ്. പ്ലീസ് അൺമ്യൂട്ട് കാശിനാഥ്. വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ എത്താമല്ലോ നഴ്സറിയിൽ, ഒപ്പമിരുന്ന് പഠിക്കാനും ഒന്നിച്ചാത്ത് കളിക്കാനും കൂട്ടരും ഒത്തിരി ഉണ്ടല്ലോ, കൂട്ടായെത്തും ഗുരുനാഥ. കളിപഠനങ്ങൾ കഴിയുമ്പോൾ വീട്ടിൽ പോകാം എല്ലാവർക്കും. ഓക്കെ, ഗുഡ്, സൂപ്പർ ആയിട്ടുണ്ടല്ലേ? ഇങ്ങനെ എല്ലാവരും പഠിച്ചിട്ടുണ്ട്, എല്ലാവരും കൈവക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ഷാൻ പ്ലീസ് അൺമ്യൂട്ട് ഷാൻ. വിദ്യാലയം പുറപ്പെട്ടാൽ എത്താമല്ലോ നഴ്സറിയിൽ, ഒപ്പമിരുന്നു പഠിക്കാനും ഒന്നിച്ചാർത്തു കളിക്കാനും കൂട്ടരും ഒത്തിരി ഉണ്ടല്ലോ, കൂട്ടായെത്തും ഗുരുനാഥ. കളിപഠനങ്ങൾ കഴിയുമ്പോൾ വീട്ടിൽ പോകാം എല്ലാവർക്കും. ഓക്കെ, അപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്കല്ലേ? എന്റെ വിദ്യാലയം എന്നുള്ള പാട്ട് എല്ലാവർക്കും അറിയാല്ലേ? എല്ലാവരും കൈവൊക്കെയാണ്. മിസ്സിൽ എല്ലാവരും പാടിക്കാൻ നിന്നാ ടൈം പോവും അല്ലേ? നമ്മള് കൊറേ കുട്ടികളില്ലേ അല്ലേ? ഇനി നാളെ രണ്ടുപേരും ഒരാളെയും പഠിക്കും അല്ലേ? ഇപ്പൊ അത്യാവശ്യമായിട്ട് ഒന്നും പാടാനുണ്ടോ ആഗ്രഹം? കൈവക്കുന്നുണ്ട് കൊറേ പേര്. സമജ്ഞക്ക് ഉണ്ടോ സമജ്ഞ? ഓക്കെ, പ്ലീസ് അൺമ്യൂട്ട് സമജ്ഞ. എല്ലാ മക്കൾക്കും പാട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ? ഓക്കെ, ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ആർക്കല്ലോ ഉണ്ട് ഇവിടെ? ഞങ്ങളെ റെഡിയായി നിൽക്കുക. ഓക്കെ, ഞങ്ങളെ ഫാത്തിമ പ്ലീസ് അൺമ്യൂട്ട്. കൊറേ പേര് കൈപ്പൊക്കെയാണ്. എന്റെ വിദ്യാലയം ഒപ്പമിരുന്നു പഠിക്കാനും ഒന്നിച്ചാർത്ത് കളിക്കാനും കൂട്ടരും ഒത്തിരി ഉണ്ടല്ലോ, കൂട്ടായെത്തും ഗുരുനാഥ. കളിപഠനങ്ങൾ ചെയ്യുമ്പോൾ വീട്ടിൽ പോവാൻ എല്ലാവർക്കും. ഓക്കെ, നെക്സ്റ്റ് ഇതാ ഇവിടെ ഏഞ്ചൽ റെഡി ആയിട്ടുണ്ട്. ഏഞ്ചൽ എന്നാ പാട് ഏഞ്ചൽ. പ്ലീസ് അൺമ്യൂട്ട് ഏഞ്ചൽ. അയ്യോ, കൊറേ കുട്ടികൾ കൈവൊക്കെയാണ്. ഞാൻ പാട്. നിന്ന് പുറപ്പെട്ടാൽ എത്താമല്ലോ നഴ്സറിയിൽ, ഒപ്പമിരുന്ന് പഠിക്കാനും ഒന്നിച്ചാർത്ത് കളിക്കാനും കൂട്ടരും ഒത്തിരി ഉണ്ടല്ലോ,
കൂട്ടാമറ്റും ഗുരുനാഥ കഴിവിടങ്ങൾ കഴിയുമ്പോൾ വീട്ടിൽ പോവാം എല്ലാവർക്കും. ഇനി ആർക്കാ പാടേണ്ടത്? എല്ലാവർക്കും പാടണം. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? ആരോമലുണ്ട്, ഭവികയുണ്ട് അല്ലെ, ഷാമിലുണ്ട്. ഇനി നമുക്ക് അടുത്തത് പാടാം അല്ലെ. ഇനി അടുത്തത് ഒരാളെ കൊണ്ട് പഠിപ്പിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? എല്ലാരും പഠിച്ചു അല്ലേ? ഓക്കെ, പിന്നെ നമ്മൾ എന്റെ വിദ്യാലയം എന്തൊക്കെ ഏതൊക്കെ എന്ന് പറഞ്ഞ് നെക്സ്റ്റ് പേജ് അല്ലേ. എന്തൊക്കെയാ നമ്മൾ കണ്ടത് അതില്? നിങ്ങൾ എല്ലാവരും ചെയ്തിട്ട് ഓക്കെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ സ്കൂളിലുള്ള ഏതൊക്കെ സാധനങ്ങളാണെന്ന് അല്ലേ? നിങ്ങളുടെ വിദ്യാലയത്തിലുള്ളവയ്ക്ക് നിറം കൊടുക്കുക. ചിത്രത്തിന് മാത്രമല്ല, ചിത്രം ഉൾപ്പെടുന്ന കളത്തിന് മുഴുവനായാണ് നിറം കൊടുക്കേണ്ടത് അല്ലേ? അപ്പോൾ നിങ്ങൾ സ്കൂളുകളിലുള്ള സാധനത്തിന് നിറം കൊടുക്കാനാണ് നമ്മൾ സാധാരണ നമ്മൾ സ്കൂളിൽ നിന്ന് ചെയ്യേണ്ടതാണ്. ഇപ്പൊ നമ്മള് വീട്ടിൽ നിന്നാ ചെയ്തത് അല്ലേ ഇപ്രാവശ്യം? അപ്പൊ എന്തൊക്കെയുണ്ട്? ബസ് ഉണ്ട്, ലാഡർ ഉണ്ട്, ടീച്ചർ ഉണ്ട്, പൈപ്പ് ഉണ്ട് അല്ലേ? പിന്നെന്താ, ഡെസ്ക് ഉണ്ട്, ബോർഡ് ഉണ്ട്, ഒക്കെ ഉണ്ട് അല്ലേ? നെക്സ്റ്റ് നമ്മൾ കഥ പറയാം എന്നില്ല പാടാം. ഏതായിരുന്നു ആ കഥ? ആര് പറയാ? നേരത്തെ കൈപൊക്കിയ ആളെ കൊണ്ട് ഞാൻ കഥ പറയിപ്പിക്കട്ടെ. കഥ പറഞ്ഞേ. പ്ലീസ് അൺമ്യൂട്ട് ബഫ്ഗ. ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിലെ മുയലും ആമയും ജീവിച്ചിരുന്നു. ഒരു ദിവസം മുയല് പറഞ്ഞു നമുക്കൊരു ഓട്ട മത്സരം വെച്ചാലോന്ന്. അന്നേരം പറഞ്ഞു നിന്നിട്ട് അപ്പുറത്തെ കുളത്തിന്റെ അടുത്തം വരെ പന്തയം വെച്ചു. മുയൽ ഓടി ഓടി അങ്ങെത്തുമ്പോ മുയല് വിചാരിച്ചു നമ്മൾക്ക് എനക്ക് കുറച്ച് കടന്നിറങ്ങി, എനക്കെന്നെ സമ്മാനം കിട്ടും വിചാരിച്ചു മഴക്കണ്ണില് കടന്നിറങ്ങി. കടന്നിറങ്ങിപ്പോയ മുയല് പിന്നെ എണീറ്റിട്ടേയില്ല. ഉറങ്ങിപ്പോയി അല്ലേ? ആമ പിന്നെ ആമ അതിനിരിഞ്ഞിരിഞ്ഞിരിഞ്ഞ് സത്തുണ്ടാക്കാണ്ടിരിഞ്ഞിരിഞ്ഞ് സമ്മാനം വാങ്ങി. എന്നിട്ടോ ആരാ ഫസ്റ്റ് എത്തിയത്? സമ്മാനം വാങ്ങിച്ചു ആമ ഫസ്റ്റ് എത്തിയല്ലേ? എന്നിട്ടോ അപ്പൊ ഈ ഒരു കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പാഠാണ്, എന്ത് ഗുണപാഠാ ലഭിച്ചത്? അഹങ്കാരം ആർക്കും നല്ലതല്ല എന്നൊരു ഗുണപാഠം കിട്ടിയല്ലേ നമുക്ക് ഇന്നത്തെ കഥയില്. അപ്പോ നിങ്ങൾ എല്ലാവരും എന്താവണം? നല്ല കുട്ടികളായിട്ട് അഹങ്കാരമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകണം അല്ലേ? അപ്പോഴേ വിജയം ഉണ്ടാവൂ അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും പിന്നെ ആർക്കാ ഈ കഥ പറയേണ്ടത് ഇനി? സൂപ്പർ. നെക്സ്റ്റ് ആർക്കാ കഥ പറയാൻ? ആരോമന്നെ അറിയോ മോനെ? ഇനി ആർക്ക്? ക്രിസ്റ്റോ ആണോ? കൈബുക്ക് കൈബുക്ക്. ആരോമൽ പ്ലീസ് അൺമ്യൂട്ട്. ഷാമിലും എല്ലാം ഉണ്ടല്ലേ? അന്ന ഗ്രേസ്, ഗുഡ് ഈവനിങ്. ആരൊക്കെ ഉണ്ടായിരുന്നു? ആമയും മുയലും. അപ്പോൾ അവര് തമ്മിൽ എന്തോ ഒരു പന്തയം വെച്ചു അല്ലേ? എന്താ പന്തയം? രണ്ടുപേരും ഓടാൻ തുടങ്ങി. പാവ ആമ പയ്യെ പയ്യെ പോയി. വേഗത്തിൽ ചാടിപ്പോയി. എന്നിട്ടോ അഹങ്കാരിയ മുയൽ എന്ത് ചെയ്തു? വഴിക്ക് കിടന്നുറങ്ങിയല്ലേ? നല്ല കൂർക്കം വലിച്ചങ്ങ് ഉറങ്ങി. അപ്പോഴേക്കോ ആമ ഇഴഞ്ഞിഴഞ്ഞ്
ഇവിടെ എത്തി സ്ഥാനത്ത് എത്തി അല്ലേ? ആ എഴഞ്ഞു വേഗത്തിൽ എഴഞ്ഞു ശ്യാമിലെ നേരെ ഇരുന്നേ മോനെ. അന്നേരം സമ്മാനം വാങ്ങി. ആമാല്ലേ? ആ അപ്പൊ അഹങ്കാരിയായ മുയൽ എന്തായി? തോറ്റ് അല്ലേ? ആ അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു ഗുണപാഠം ലഭിച്ചിട്ടുണ്ട്. എന്താണത്? അഹങ്കാരം ആർക്കും നല്ലതല്ല അല്ലേ? അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല ആർക്കും. അപ്പോ വിജയസ്ഥാനത്ത് എത്താൻ പറ്റില്ല അല്ലേ? അപ്പൊ വിജയിക്കണമെങ്കിൽ നമ്മൾ നല്ല കുട്ടികളായി ജീവിക്കണം അല്ലേ? അഹങ്കാരമൊന്നും ഇല്ലാതെ നല്ല മക്കളായി അഹം എന്ന ഭാവം ഇല്ലാതെ മുന്നോട്ട് പോകണം അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആരെങ്കിലും പറയുന്നുണ്ടോ ഈ കഥ? ഞാൻ പറയാന്ന് പറയുന്ന ആരാ? ഇഷാൻ. ഓക്കെ, ഇഷാൻ. ഇഷാൻ പ്ലീസ് അൺമ്യൂട്ട്. ബാക്കി കുറെ പേരുണ്ടല്ലോ കഥ പറയാൻ. ഒരു ദിവസം പന്തയം വെക്കാന്ന് വിചാരിച്ചു. ഇപ്പോഴോ? അപ്പം മുയൽ ഓടി 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 ഒരു മരത്തിന്റെ ചോട്ടിലെത്തി. ആമ മെല്ലെ മെല്ലെ നടന്ന് പോയി. മുയല് കിടന്നുറങ്ങി മരത്തിന്റെ ചോട്ടിൽ. ആമ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് പോയി 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 ഫിനിഷിംഗ് പോയിന്റിലെത്തി. ട്രോഫി മേടിച്ചു. മുയല് ചമ്മി ഓടിപ്പോയി. മുയല് തോറ്റ് തൊപ്പിയിട്ടു അല്ലേ? അപ്പൊ എന്താ? അഹങ്കാരിയായ മുയല് തോറ്റ് തൊപ്പിയിട്ടു. അപ്പൊ മനസ്സിലായല്ലോ ഇതിന് ലഭിച്ച ഗുണപാഠം അല്ലേ? ഓക്കെ, അഹങ്കാരം നല്ലതല്ല അല്ലേ? അഹങ്കാരം ആർക്കും നല്ലതല്ലാതെ അഹങ്കാരം ആപത്താണ്. അപ്പൊ നെക്സ്റ്റ് എന്താ നമ്മൾ പഠിച്ചത്? അത് കഴിഞ്ഞ് നമ്മൾ എന്താ പഠിച്ചേ? ചിത്രം കാണാം, വായിക്കാം അല്ലേ? ഓക്കെ, എന്തൊക്കെയാ നമ്മൾ വായിച്ച? ആരാ വായിക്കുന്നത്? ധനലക്ഷ്മി. ഓക്കെ, ധനലക്ഷ്മി പ്ലീസ് അൺമ്യൂട്ട്. ധനലക്ഷ്മി പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്തോ മോളെ. എല്ലാവരും അഭിരാമി കൈവക്കുന്നുണ്ടല്ലേ? മിസ് കണ്ടിട്ടുണ്ട്. എലി, ഏണി, ഐരാവതം, ഒട്ടകം, ഓല, ഔഷധം, അംബുജം. ഓക്കെ, കറക്റ്റ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? സൂപ്പർ. നെക്സ്റ്റ് ആരാ? ക്രിസ്റ്റോ ഉണ്ട്, അഭിരാമി ഉണ്ട് അല്ലേ? അഭിരാമി പ്ലീസ് അൺമ്യൂട്ട്. അഭിരാമി വായിച്ചോ. മഹദിയ കൈവക്കുന്നുണ്ടല്ലേ? മഹദിയ. അമ്പിളി, ആന, ഈല, ഈച്ച, ഉറുമ്പ്, മുഞ്ഞ, ഋഷി, എലി, ഏണി, ഐരാവതം, ഒട്ടകം, ഓല, ഔഷധം, അംബുജം. അംബുജം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ മഹദി ഉണ്ടായിരുന്നു. മഹദിയ കൈവക്കുന്നുണ്ടല്ലോ. മഹദിയ പ്ലീസ് അൺമ്യൂട്ട് മോളെ. അൺമ്യൂട്ട് ചെയ്തേ. കഴിച്ചോ? സ്റ്റാർട്ട് ചെയ്. ഓക്കെ, അമ്പിളി. മഹദിയക്ക് ക്ലിയർ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ മഹദിയ? ആന,
ഈച്ച, ഉറുമ്പ്, ഊഞ്ഞ, ഋഷി. Okay, good. Next. എലി, എലി, ഏണി, അമ്പുജം, ഐരാവതം, ഒട്ടകം, ഓല, ഔഷധം, ഔഷധം, അമ്പുജം. ഓക്കെ, സൂപ്പർ. നെക്സ്റ്റ് ഇലോൺ. എന്തേ ഇലോൺ ഇങ്ങനെ ഇരിക്കുന്ന ഇലോണേ? ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഭാവയാമി ഉണ്ട്. ഓക്കെ, ഭാവയാമി, പ്ലീസ് അൺമ്യൂട്ട് ഭാവയാമി. അമ്പിളി, ആന, ഇല, ഈച്ച, ഉറുമ്പ്, ഓല, ഉറുമ്പ്, എലി, ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് അവേദ്യ. അവേദ്യ കുട്ടി വായിച്ചേ, പ്ലീസ് അൺമ്യൂട്ട് അവേദ്യ. അൺമ്യൂട്ട് ചെയ്തേ മോളെ. അമ്പിളി, ആന, ഇല, ഈച്ച, ഉറുമ്പ്, ഊഞ്ഞ, ഋഷി, അറ, ആമ, ഇമ, ഈച്ച, ഉറി, കടു, എലി, ഏണി, ഐരാവതം, ഒട്ടകം, ഓല, ഔഷധം, അമ്പുജം. ഓക്കെ, നെക്സ്റ്റ് ഗോ. ഏലം, ഐക്യം, ഒന്ന്, ഓട്, അമ്പരം. ഓട്, അമ്പരം അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഗോഡ്വിൻ, പ്ലീസ് അൺമ്യൂട്ട് മോനെ. അമ്പിളി, ആന, ഇല, ഈച്ച, ഉറുമ്പ്, ഊഞ്ഞ, ഋഷി. ഓക്കെ, എലി, ഏണി, ഐരാവതം, ഒട്ടകം, ഓല, ഔഷധം, അമ്പുജം. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് അനയ റോസ്, പ്ലീസ് അൺമ്യൂട്ട് അനയ റോസ്. അൺമ്യൂട്ട് ചെയ്തേ മോളെ. അമ്പിളി, ആന, ഇല, ഈച്ച, ഉറുമ്പ്, ഊഞ്ഞ, ഋഷി, എലി, ഏണി, ഐരാവതം, ഒട്ടകം, ഓല, ഔഷധം, അമ്പുജം. ഓക്കെ, നെക്സ്റ്റ് ഷാമിൽ, പ്ലീസ് അൺമ്യൂട്ട് ഷാമിൽ. ഇല, ഈച്ച, ഉറുമ്പ്, ഊഞ്ഞ, ഋഷി, ഐരാവതം, ഓല, ഔഷധം, കഴിഞ്ഞ ലക്ഷ്മിക്കുട്ടി ഉറക്കു പോയടാ? ഉറക്കുന്നുണ്ടാ? ജിയോണ, പ്ലീസ് അൺമ്യൂട്ട് ജിയോണ. അൺമ്യൂട്ട് ചെയ്തിട്ടില്ല മോള്. ആന, ഇല, ഉറുമ്പ്, ഊഞ്ഞ, ഋഷി. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് പേജ് എടുത്തേ.
സ്വരാക്ഷരങ്ങൾ നെക്സ്റ്റ് പേജ് അല്ലേ? അവിടെ കാര്യങ്ങൾ സ്വരാക്ഷരങ്ങൾ അല്ലേ? ദേവപ്രിയ സ്വരാക്ഷരങ്ങൾ ഒന്ന് വായിച്ചേ. ദേവപ്രിയ പ്ലീസ് അൺമ്യൂട്ട്. വായിച്ചേ. നെക്സ്റ്റ് ആരാ? ആൻഡ്രോസ് പ്ലീസ് അൺമ്യൂട്ട്. ഓക്കേ. നെക്സ്റ്റ് എഡ്വിൻ ജോസഫ് ഒന്ന് വായിച്ചേ മോനെ, പ്ലീസ് അൺമ്യൂട്ട്. ഐ ഓ ഓ ഔ അം ആ. നെക്സ്റ്റ് ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, ധ്യാൻ പ്ലീസ് അൺമ്യൂട്ട്. ധ്യാൻ Next Jeswell. Please unmute Jeswell. അല്ലേ? നെക്സ്റ്റ് പ്ലീസ് അൺമ്യൂട്ട് ഷൻസ ഫാത്തിമ. ഷൻസ പ്ലീസ് അൺമ്യൂട്ട് ഷൻസ. ഐ ഓ ഓ ഔ അം. അന്ന ഗ്രേസ് പ്ലീസ് അൺമ്യൂട്ട്. അന്ന ഗ്രേസ് അൺമ്യൂട്ട് ചെയ്തേ. അന്ന ഗ്രേസേ അൺമ്യൂട്ട് ചെയ്തേ. വേഗം. പറഞ്ഞു പഠിച്ചേ. ഓ ഓ ഔ അം നാളത്തെ കഥ എഴുതാനും പഠിക്കണേ. ഓക്കെ. അപ്പൊ ഇന്ന് എല്ലാവരും നസീമിനോട് പറയണ്ടല്ലേ? അപ്പൊ എല്ലാവരും ഇന്ന് അക്ഷരദീപം ബുക്കില്ലേ, നമ്മുടെ അക്ഷരദീപം ബുക്ക്, അക്ഷരദീപം ബി, അതിൽ നമ്മൾ ഒരു ഫസ്റ്റ് പേജ് എഴുതിയോ? ഈ ബുക്ക് കണ്ടോ എല്ലാവരും? ഈ ബുക്കില് ഫസ്റ്റ് പേജ് എഴുതിയോ? നമ്മള് എഴുതിയോ? എഴുതിയോ ലക്ഷ്മി? ഫസ്റ്റ് പേജ് എഴുതിയോ ലക്ഷ്മി? പ്ലീസ് അൺമ്യൂട്ട് ലക്ഷ്മി. അപ്പൊ ഇവിടം വരെ എഴുതി, ഇവിടം വരെ എഴുതി അല്ലെ നമ്മള്? അപ്പൊ ഇനി നെക്സ്റ്റ് പേജ് ഇന്ന് എഴുതണം. അതിന്റെ പകുതി എഴുതിയാൽ മതി, ഹാഫ് കേട്ടോ. അതിന്റെ നേർ പകുതി ഓ ഓ ഔ അം എഴുതണേ ലക്ഷ്മിക്കുട്ടി? ഓക്കെ.
നല്ല മോളായിട്ട് എഴുതണേ. സ്റ്റാർ തരും. അപ്പൊ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം കേട്ടോ. ഇനി നല്ല വൃത്തിയിൽ എഴുതിയിട്ട് എല്ലാവരും. മസ്ലോബ എഴുതണം കേട്ടോ മോളെ. പ്ലീസ് അൺമ്യൂട്ട് മസ്ലോബ. ഒന്ന് വായിച്ചേ. നമ്മൾ ഇതിന്റെ താഴിൽ എന്താ പഠിച്ചേ അക്സബേ? എന്താ പഠിച്ചേ മോനെ? ഒരു പപ്പടം തന്നിട്ട് നമ്മൾ എന്തോ പഠിച്ചല്ലോ. പ്ലീസ് അൺമ്യൂട്ട് അക്സബേ. അതിനു മുമ്പ് അകമില്ല. നമ്മളിങ്ങനെ പഠിച്ചില്ല. അകമില്ല, പുറമില്ല, ഞെട്ടില്ല, വട്ടയില്ല പഠിച്ചിട്ടുണ്ടായില്ലേ? നെക്സ്റ്റ് താഴെ വഴികാണിക്കാറുണ്ടല്ലേ? എന്താണ്? കുഞ്ഞിക്കിളിക്ക് കൂട്ടിലെത്താനുള്ള വഴി കാണിക്കുമോ? നമ്മളെല്ലാവരും വഴി കാണിച്ചു അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാരും വഴി കാണിച്ചു കൊടുത്തോ? കാണിച്ചോ ഗൗരി? എന്താ ഗൗരി എന്താ വഴി കാണിച്ചോ ടെക്സ്റ്റ് ബുക്കില്? എല്ലാവരും ഒന്ന് കൈ കാണിച്ച് നോക്കട്ടെ എത്ര പേര് കംപ്ലീറ്റ് അത് ചെയ്തു. എല്ലാവരും ചെയ്തിട്ടുണ്ടല്ലേ? ക്രിസ്റ്റോ ജോൺ എഴുതിയ മോനെല്ലാം? ഓക്കെ, ഗുഡ്. മുഹമ്മദ് സിയാൻ എഴുതിയോ? കുറച്ച് പേര് ഇപ്പൊ മിസ് വായിപ്പിക്കാനുണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വായിപ്പിക്കാം കേട്ടോ എല്ലാവരെയും. ഇപ്പൊ നസീം മുഹമ്മദ്, ക്രിസ്റ്റോ ജോൺ, സിജോബി, മുഹമ്മദ് സിയാൻ, കുറച്ച് കുട്ടികൾ ഉണ്ടല്ലേ? എഡ്വിൻ ജോസഫ് വായിച്ചോ മോനെ? കുറച്ച് കുട്ടികളുണ്ട്. ടൈം തീരാറായി. ലക്ഷ്മി കുട്ടികളെ നാളെ വായിപ്പിക്കാം. അപ്പൊ ഇന്ന് ടൈം തീരാറായി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പൂന്തോട്ടം എന്നുള്ള ഒരു കവിത പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാ കുട്ടികളും ഇന്ന് കഴ്സീവ് റൈറ്റിംഗില്, അതായത് അക്ഷരദീപം ബി ബുക്കില് നെക്സ്റ്റ് പേജ്, അതായത് ആദ്യം നമ്മൾ എഴുതി അല്ലേ മുതലുള്ളത് അല്ലേ? ഇനി അതിന്റെ ഹാഫ് എഴുതിയാ മതി. നിങ്ങൾ കുഞ്ഞു കുട്ടികളല്ലേ, കുറച്ച് എഴുതിയാ മതി അല്ലേ ഭാവ്യാമി? അപ്പൊ എല്ലാവരും എഴുതണേ കേട്ടോ. ക്രിസ്റ്റി ജോസഫേ അടുത്ത ക്ലാസ്സിൽ വായിക്കാട്ടെ മോനെ. ക്രിസ്റ്റി പ്ലീസ് അൺമ്യൂട്ട്. ക്രിസ്റ്റി ജോസഫ് എന്തെങ്കിലും മിസ്സിനോട് പറയാനുണ്ടോ? അടുത്ത ക്ലാസ്സിൽ വായിക്കണം കേട്ടോ. ഇല്ല അല്ലേ? മുഹമ്മദ് സിയാന് അൺമ്യൂട്ട് ചെയ്യണോ? ഓക്കെ, അൺമ്യൂട്ട് ചെയ്തോ. എന്താ സിയാനെ? പ്ലീസ് അൺമ്യൂട്ട് സിയാൻ. സിയാൻ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയണ്ടോ മോനെ? ക്രിസ്റ്റോ നീ അടങ്ങിയിരിക്കുന്നില്ലടാവട്ടെ ഇല്ല ക്രിസ്റ്റോ? അപ്പൊ എല്ലാവരും നല്ല മക്കളായിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആ പാട്ട് പഠിക്കാം. ഇന്ന് എല്ലാ കുട്ടികളും വായിച്ചിട്ട് പാർവണേനെ വായിപ്പിക്കണം. ഇത്രയല്ലേ പാർവണ? അല്ലേ പാർവണ? പ്ലീസ് അൺമ്യൂട്ട് പാർവണ. അൺമ്യൂട്ട് ചെയ്തേ മോളെ. വായിക്കണ ആഗ്രഹമുണ്ടോ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം കേട്ടോ. ഓക്കെ. ഗോഡ്വിൻ എന്താ പറയാനുള്ളത്? പ്ലീസ് അൺമ്യൂട്ട് ഗോഡ്വിൻ. എന്താ പറയാനുള്ളത്? എഡ്വിൻ എന്തെങ്കിലും പറയാനുണ്ടോ? എഡ്വിൻ ഇല്ല അല്ലേ? പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടോ.
അപ്പൊ നമ്മളെ കഴ്സീവ് ബുക്ക് അതായത് അക്ഷരദീപം ബുക്കില് അടുത്ത ക്ലാസ് എഴുതിയിട്ട് വരണേ, എഴുതിയിട്ട് ഫോട്ടോ ഇടണേ, സെൻഡ് ചെയ്യണേ. എഴുതണം കേട്ടോ അലോണേ? അലോൺ ഇതുവരെ പഠിച്ചില്ലല്ലോ അല്ലേ അലോൺ? ഇനി എല്ലാ ക്ലാസ്സിലും വരണേ അലോൺ കേട്ടോ? അലോൺ അൺമ്യൂട്ട് ചെയ്ത മോനെ. അടുത്ത ക്ലാസ്സിലെല്ലാം വരണേ നീ? ഓക്കെ. എലോണേ എലോണും വരണ കേട്ടോ എല്ലാ ക്ലാസ്സിലും. അതെ അല്ലേ? പ്ലീസ് അൺമ്യൂട്ട്. റേഞ്ച് ഇല്ലായിരുന്നു അല്ലേ? ഓക്കെ. അതെ അല്ലേ? അപ്പൊ നെക്സ്റ്റ് എലോൺ ഇല്ലാസേ. നല്ല അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഇലോണേ കൊറേ ലേറ്റ് ആയല്ല വരാൻ. ഇലോൺ എല്ലാവരോടും ബൈ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ, സമയം കഴിയാറായി. അപ്പൊ താങ്ക് യു, വെൽക്കം. ബൈ, സീ യു. ക്ലാസ് കാണാട്ടോ എല്ലാവരോടും ബൈയേ.